ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ട്രാൻസ്ഫർ പ്രൈസിങ്ങിലുള്ള ഒരു പ്രോബ്ലമാണ് കേട്ടോ. എക്സ് ലിമിറ്റഡ് ഫിക്സസ് ദ ഇന്റർ ഡിവിഷണൽ ട്രാൻസ്ഫർ പ്രൈസസ് ഫോർ ഇറ്റ്സ് പ്രോഡക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് പ്ലസ് എ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഡിവിഷൻ. ബജറ്റ് ഫോർ ഡിവിഷൻ എ for 2019-20 is follows. ഫിക്സ്ഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഡെപ്റ്റേഴ്സ്, ആനുവൽ ഫിക്സ്ഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, ബജറ്റഡ് വോളിയം, ഡിസൈഡ് ROI, ഇങ്ങനെയെല്ലാം നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് പറയുന്നത് ഡിറ്റർമിൻ ദ ട്രാൻസ്ഫർ പ്രൈസ് ഫോർ ഡിവിഷൻ എ. ഡിവിഷൻ എൻ്റെ ട്രാൻസ്ഫർ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാനാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിന് ട്രാൻസ്ഫർ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. കോസ്റ്റ് പ്ലസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അല്ലേ. കോസ്റ്റ് പ്ലസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റും വരും, വേരിയബിൾ കോസ്റ്റും വരും. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. എന്നിട്ട് കോസ്റ്റ് പ്ലസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ വരുന്നത് അതുകൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രാൻസ്ഫർ പ്രൈസ് കിട്ടും. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഡിസൈഡ് ROI എന്ന് പറഞ്ഞിട്ട് 28% ഓഫ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 28% ആണ് എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യും? ക്വസ്റ്റ്യനിൽ നമുക്ക് നൽകിയിട്ടുള്ള ഐറ്റംസിൽ ഫിക്സ്ഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ഡെപ്റ്റേഴ്സ്, ഇതാണല്ലേ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗണത്തിൽ വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് കോസ്റ്റാണ് നൽകിയിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 28% കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ROI കിട്ടും. ഈ ROI നമുക്ക് നൽകിയിട്ടുള്ള ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ള ആ ഒരു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ കോസ്റ്റ് കണ്ടിട്ട് അതിൻ്റെ കൂടെ ഈ ROI നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് പ്ലസ് ROI എന്നുള്ള ട്രാൻസ്ഫർ പ്രൈസ് കിട്ടും. അങ്ങനെ ഡിറ്റർമിൻ ദ ട്രാൻസ്ഫർ പ്രൈസ് ഓഫ് ഡിവിഷൻ എ നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. ദെൻ പറയുന്നുണ്ട് ഇഫ് ദ വോളിയം അല്ലെങ്കിൽ യൂണിറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ 10%. ഓക്കെ, ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ള വോളിയത്തിൽ ഒരു 10% ഇൻക്രീസ് വരുന്ന സമയത്ത് എന്താണ് ട്രാൻസ്ഫർ പ്രൈസിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ്, അതും നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ROI ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിസൈഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഡിസൈഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. ബിക്കോസ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 28% ആണ് ROI എന്ന് നൽകിയിട്ടുണ്ട്. സോ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ളത് ഫിക്സ്ഡ് അസറ്റ്, കറണ്ട് അസറ്റ് ആൻഡ് ഡെപ്റ്റേഴ്സ് ആണല്ലേ. അപ്പോൾ ഇത് മൂന്നും ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് 2,50,000 പ്ലസ് 1,50,000 പ്ലസ് 1,00,000 5,00,000 എന്ന് വരും. ഓക്കെ, അങ്ങനെ നമുക്ക് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഹിയർ നമുക്ക് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടി. ഓക്കെ, ഇനി ഈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 28% ആണ് ROI എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ 5,00,000ൻ്റെ 28% കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1,40,000 എന്ന് കിട്ടും. സോ ഡിസൈഡ് ROI നമുക്ക് കിട്ടിയിട്ടുണ്ട് 1,40,000. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസ്ഫർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് നമ്മൾ പറഞ്ഞു ഇവിടെ കോസ്റ്റ് പ്ലസ് ROI ആണ്. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ കോസ്റ്റാണ് നമ്മൾ എടുക്കേണ്ടത്. ടോട്ടൽ കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ് ടോട്ടൽ കോസ്റ്റിൽ വരിക. സോ വേരിയബിൾ കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. യൂണിറ്റ് നൽകിയിട്ടുള്ളത്, ബജറ്റഡ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് 2,00,000 ആണ്. ഈ 2,00,000 നൽകിയിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ പെർ യൂണിറ്റിന് എത്രയാണോ എമൗണ്ട് നൽകിയിട്ടുണ്ട് 10 ആണ് പെർ യൂണിറ്റ് എമൗണ്ട്. സോ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ് ആണോ അതേ ഇൻറ്റു എത്രയാണോ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമുക്കിവിടെ കിട്ടുന്നത് 2,00,000 യൂണിറ്റിന് റുപ്പീസ് വരുന്നത് പെർ യൂണിറ്റിന് 10 രൂപ വെച്ചിട്ട് വരുന്നത്. സോ 2,00,000 ഇൻറ്റു 10 20,00,000. ഓക്കെ, ദെൻ ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട് 4,00,000 ആണ് ഫിക്സ്ഡ് കോസ്റ്റ് നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 4,00,000 ആഡ് ചെയ്യുക. 20,00,000 പ്ലസ് 4,00,000 ആഡ് ചെയ്യുന്ന സമയത്ത് 24,00,000 എന്ന് കിട്ടും. അത് മാത്രം പോരാ, ഇപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റാണ് ലഭിച്ചിട്ടുള്ളത്. ഈ ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ ഡിസൈഡ് ROI കൂടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡിസൈഡ് ROI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,40,000 ആണ് വരുന്നത്. സോ 24,00,000 പ്ലസ് 1,40,000 ഇസ് ഈക്വൽ ടു 25,40,000. ഓക്കെ, സോ നമുക്കിവിടെ ട്രാൻസ്ഫർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്.
ടോട്ടൽ എമൗണ്ട് ടു ബി ചാർജഡ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ ട്രാൻസ്ഫർ പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടോട്ടൽ എമൗണ്ട് വന്നിട്ടുള്ളത് 25,40,000 ഡിവൈഡഡ് ബൈ എത്രയാണോ യൂണിറ്റ് നൽകിയിട്ടുള്ളത്, 2 lakh ആണല്ലേ യൂണിറ്റ്. സോ ടോട്ടൽ എമൗണ്ട് ചാർജഡ് ഡിവൈഡഡ് ബൈ യൂണിറ്റ്, നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത് 25,40,000 ഡിവൈഡഡ് ബൈ 2 lakh ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ വരുന്നത് ₹12.7 ആണ് കേട്ടോ. ₹12.7 ആണ് നമുക്കിവിടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഡിവിഷൻ എക്ക് എത്രയാണോ പ്രൈസ് ട്രാൻസ്ഫർ പ്രൈസ് വരുന്നത് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നൽകിയിട്ടുള്ളത് ഇഫ് ദ വോളിയം ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ 10% ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ ഇമ്പാക്റ്റ് ഓൺ ട്രാൻസ്ഫർ പ്രൈസ്. ട്രാൻസ്ഫർ പ്രൈസിൽ എത്രത്തോളം മാറ്റം വരുന്നുണ്ട് എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിലവിൽ നമുക്ക് നൽകിയിട്ടുള്ള വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ നൽകിയിട്ടുള്ളത് 2 lakh യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ ഈ 2 lakhൽ ഇവിടെ 10% ഇൻക്രീസ് ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 lakh ഇൻറ്റു 10% ചെയ്യുന്ന സമയത്ത് നമുക്ക് 20,000 എന്ന് കിട്ടൂലേ. ഈ 20,000 പ്ലസ് 2 lakh. ഓക്കെ, അപ്പോൾ അല്ലേ 10% അവിടെ ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ 2 lakh പ്ലസ് 10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,20,000 യൂണിറ്റ് എന്ന് വരും. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ 2,20,000 യൂണിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ട്രാൻസ്ഫർ പ്രൈസിൽ വരുന്ന ഇമ്പാക്റ്റ് എന്നാണ് നോക്കാനുള്ളത്. ഇമ്പാക്റ്റ് ഓൺ ഇൻക്രീസ് ഇൻ 10% ഇൻ വോളിയം. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് അവിടെ മാറും അല്ലേ, ബിക്കോസ് വോളിയം അവിടെ മാറിയിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് അവിടെ മാറും ബിക്കോസ് അവിടെ വോളിയം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വോളിയം ഇപ്പം നിലവിലുള്ളത് 2,20,000 ആണ്. അപ്പോൾ ഈ 2,20,000 ഇൻറ്റു 10 അതെങ്ങനെയാണ്, നമുക്ക് ട്രാൻസ്ഫർ പ്രൈസ് അറിയണം എന്നുണ്ടെങ്കിൽ പെർ യൂണിറ്റിന് വരുന്ന വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 2,20,000 ഇൻറ്റു 10 എന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, എത്രയാണോ വേരിയബിൾ കോസ്റ്റ് എന്നുള്ളത് കിട്ടും. അപ്പോൾ 2,20,000 ഇൻറ്റു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 lakh കിട്ടിയിട്ടുണ്ട്. ഈ 22 lakh പ്ലസ് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള മാറ്റം വന്നിട്ടില്ല അല്ലേ. അവിടെയൊക്കെ 4 lakh സെയിം എമൗണ്ടാണ്. ഈ വോളിയത്തിൽ മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. വോളിയം 10% ഇൻക്രീസ് ആയി. ഓക്കെ, അപ്പോൾ 22 lakh പ്ലസ് 40,000 ഈക്വൽ ടു 26 lakh എന്ന് നമുക്കിവിടെ ടോട്ടൽ കോസ്റ്റ് കിട്ടും. അതിൻ്റെ കൂടെ ROI നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 26 lakh പ്ലസ് 1,40,000 ചെയ്യുന്ന സമയത്ത് 27,40,000 എന്നാവും നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ എമൗണ്ട് ടു ബി ചാർജ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള എമൗണ്ട് നമുക്ക് കിട്ടിയത് 27,40,000 എന്ന് കിട്ടി. ഇനി എത്രയാണ് ഇവിടെ പെർ യൂണിറ്റ് ട്രാൻസ്ഫർ പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ് വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. ടോട്ടൽ എമൗണ്ട് എത്രയാണോ ചാർജ് ചെയ്തിട്ടുള്ളത് അതേ ഡിവൈഡഡ് ബൈ നമ്മൾ എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർ യൂണിറ്റ് ട്രാൻസ്ഫർ പ്രൈസ് എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ പെർ യൂണിറ്റ് ട്രാൻസ്ഫർ പ്രൈസ് ഇവിടെ വരിക 27,40,000 ഡിവൈഡഡ് ബൈ 2,20,000 എന്ന് വരും. അപ്പോൾ ഈ 2,20,000 ഉപയോഗിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 12.45 റുപ്പീസ് 12.45 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നേരത്തെ 10% ഒന്നും ഇൻക്രീസ് ചെയ്യാതെ നോർമൽ സിറ്റുവേഷനിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് 12.7 ആയിരുന്നു റുപ്പി വന്നിട്ടുണ്ടായിരുന്നത് പെർ യൂണിറ്റിന്. ബട്ട് ഹിയർ 12.45 ആണ് വന്നിട്ടുള്ളത്. സോ വോളിയം 10% ഇൻക്രീസ് ആയത് കാരണം ഇവിടെ എന്ത് വന്നു, ട്രാൻസ്ഫർ പ്രൈസിൽ റെഡ്യൂസ് ആണ് സംഭവിച്ചിട്ടുള്ളത്. 0.25 പെർ യൂണിറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ രീതിക്കാണ് ആൻസർ ചെയ്യേണ്ടത്. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ.